മാസ് ഓർഡറിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇത് കണ്ടോ, നമുക്ക് ലാഭം എന്ന് പറയുന്നത് ഒരു പെട്രോൾ വണ്ടി. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അങ്ങനെ ഫൈനലി നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് ഫുൾ കറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കുറേ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ വണ്ടി ഓടിച്ച് നമ്മൾ കൊതിയൊക്കെ ഏകദേശം മാറി. ഇപ്പം നമ്മുടെ വണ്ടി 2080 കിലോമീറ്റർ ആയി കേട്ടോ ടോട്ടൽ. ഫസ്റ്റ് സർവീസ് നമ്മൾ കഴിഞ്ഞ് 2080 കിലോമീറ്റർ ടോട്ടൽ. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ ഫൈനലി നമ്മുടെ ജോലിയിലേക്ക് കിടക്കുവാണ്. നമ്മൾ എന്തൊക്കെ വന്നാലും നമ്മുടെ ജോലി മറക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ ഇന്ന് സൊമാറ്റോയിൽ നമ്മൾ സ്വിഗ്ഗിയിൽ ഡെലിവറിക്ക് നമ്മൾ കാറിൽ പോകുമ്പോൾ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് അപ്പോൾ അതുമാത്രമല്ല, നമ്മളിപ്പോൾ ഒരു 7 ഡേ ചാലഞ്ച് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് കൊല്ലത്ത് കൊട്ടാരക്കര സിറ്റിയിലാണ്. അപ്പോൾ ഇന്ന് തൊട്ട് 7 ദിവസം നമ്മൾ എത്ര രൂപയാണ് നമ്മൾ ഏൺ ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപയാണ് ചിലവ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഫുൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ വണ്ടി താണ്ടെ 91% ബാറ്ററിയാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ 233 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നത്. അതിൽ നമ്മൾ ഡിസ്റ്റൻസ് എല്ലാം ഫുൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാം. ഇപ്പോൾ സമയം ഏകദേശം 12 കഴിഞ്ഞ കേട്ടോ. അപ്പം നമ്മുടെ ലഞ്ചിൻ്റെ നമ്മൾ ഗിഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എത്ര രൂപ, രാത്രി നമ്മൾ 11 മണി വരെ ഓടും കേട്ടോ. അപ്പോൾ ഇന്ന് എത്ര രൂപ നമ്മൾ ടോട്ടൽ ഏൺ ചെയ്യാൻ പോകുന്ന ഫുൾ കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. ലക്ഷ്മി എഡിബിൾസിൽ നിന്ന് 30 രൂപ ഓർഡറാണ്. നമുക്ക് എന്തായാലും വേഗം അക്സെപ്റ്റ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ഓർഡർ പിക്കാൻ വേണ്ടി ഇതാണ്ട് നമ്മുടെ മുസ്ലിം സ്ട്രീറ്റിലുള്ള ലക്ഷ്മി എഡിബിൾസിൻ്റെ ഫ്രണ്ട് എത്തിയേക്കാം കേട്ടോ. നമുക്ക് വണ്ടി ഇവിടോട്ടൊന്ന് പാർക്ക് ചെയ്യട്ടെ. ഇവിടെ ഡെലിവറി ബോയ്സിൻ്റെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. വണ്ടി നമുക്ക് അകത്തോട്ട് ഇട്ടിട്ട് പോയി തിരിച്ച് വന്നിട്ട് അടിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ആൾറെഡി ഒരു കസ്റ്റമറുടെ ലൊക്കേഷൻ നമുക്ക് ഓയി റൂട്ടിലോട്ടാണ് തിരിച്ച് പോകുന്നത്. ഇലക്ട്രിക് ഡെലിവറി കാറിൽ നമ്മൾ എടുക്കാൻ ആദ്യത്തെ സ്വിഗ്ഗി ഓർഡറാണ്. അപ്പോൾ അത് വേഗം നമുക്ക് കോഡ് അടിച്ചിട്ട് ഓർഡർ പിക്കപ്പ് കൊടുക്കാം. ആരാണോ ലക്കി കസ്റ്റമർ നമുക്ക് തിരിച്ച് ഓയി റൂട്ടിലോട്ടാണ് കേട്ടോ പോകാനുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം ഫുഡ് ഡെലിവറി ചെയ്യാം. എന്താണ്ട് നമ്മൾ ഓൾറെഡി ഡെലിവറി ബാഗ് ഇവിടെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഫുഡ് ചൂടോടെ തന്നെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇതാണ്ട് ഡെലിവറി ബാഗ് ആൾറെഡി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ ഡെലിവറി ബാഗിലോട്ട് നമുക്ക് ഫുഡ് ഇറക്കി വെക്കാം. ഇത് നമുക്ക് വേഗം ലൊക്കേഷനിലോട്ട് വിടാം. മെല്ലെ ഒന്ന് പാടി നിന്നെ ഞാൻ ഉണർത്തി ഓമലെ. ഈ പാട്ട് ആശ്രയ എഫ്എമ്മിന്റെ എല്ലാ ലിസണേഴ്സിനും വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹൈദരാബാദിൽ നിന്നും അലക്സാണ്ടർ ചേട്ടനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മനസ്സിനിക്കരെ എന്ന ഫിലിമിലെ നല്ലൊരു പാട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. 2003 ഈ ഒരു സിനിമ റിലീസായതല്ലേ. ഇവിടെ റോഡൊക്കെ വെട്ടിപ്പൊളിച്ചിട്ടേക്കാണല്ലോ രണ്ട് സൈഡ്. തിരിച്ച് റിവേഴ്സ് കയറേണ്ടി വരുമോ? സാരമില്ല, അതൊന്നും സീനില്ല. ഇത് കണ്ടോ, റോഡ് വീതി കുറഞ്ഞ് വന്ന് ഇവിടെ എത്തി. നമ്മുടെ വണ്ടിക്ക് മാത്രം ഒരാളുടെ വീതി എത്തി കേട്ടോ. ഇവിടെ തിരിക്കുക റൈറ്റ് സൈഡിൽ. ആനന്ദ് താങ്ക് യു. ശരി. ടോട്ടൽ വണ്ടി എടുത്തിട്ട് 4.4 കിലോമീറ്റർ ഓടിയതേ ഉള്ളൂ. 30 രൂപയാണ് നമ്മുടെ ഏണിങ്സ് കേട്ടോ. അതിന് ശേഷം നമുക്ക് തൊട്ടടുത്ത കിടക്കാച്ചി ഒരു ഓർഡർ വന്നിട്ടുണ്ട്. 73 രൂപ റോസ് ബോൾ അക്സെപ്റ്റ് ചെയ്യാം കേട്ടോ. പൊളിച്ച് വഴി കണ്ടോ നിങ്ങൾ? ഇവിടെ എന്തായാലും കയറി തിരിക്കാൻ പറ്റത്തില്ല. ഈ സൈഡിൽ വീടിൻ്റെ ഗേറ്റ് തുറന്നിട്ടേക്കോ നമുക്ക് ഇങ്ങോട്ട് കയറ്റാം കേട്ടോ. ഫ്രണ്ടിലോട്ട് ഉണ്ടോ വണ്ടി പോകത്തില്ല. ഓർഡർ കമിതാക്കളിരുന്ന് എന്തോ പരിപാടി കേട്ടോ. ഗേൾസ് ഹൈസ്കൂളാണ്. കാർ പോർച്ച് കയറ്റിയിട്ടുണ്ട് വണ്ടി തിരിക്കാൻ പറഞ്ഞിട്ട്. എനിക്കറിയത്തില്ല, ഇവിടെ തിരിയുന്ന ലക്ഷണം കാണുന്നില്ല. അതായിരുന്നു. ഒരു സെക്കൻഡ് എടുക്കുക, ഫുഡ് എടുത്ത്. അല്ല, ഇത് എടുക്കാൻ റെഡിയാണ് കേട്ടോ. അവിടെയൊക്കെ പോയിട്ട് ഒരുപാട് സമയം പോകാ. അടിപൊളി. നമ്മൾ ഓടനാട്ടത്തിൽ നിന്ന് അകത്തോട്ടൊരു റൂട്ട് തിരിഞ്ഞുണ്ടോ, ഒരു JCB നമ്മുടെ ഫ്രണ്ടിൽ. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ കൂടെ പോകാനുണ്ട് നമ്മുടെ ലൊക്കേഷനിലോട്ട്. എൻ്റെ മോനെ JCBയുടെ മൂട്ടിലെത്തി. ഒരു ഫോണടിച്ചങ്ങ് കയറിയാലോ. 5 ഇഞ്ച് സ്ഥലമാട്ടോ. കയറാം. സെറ്റ് ചെന്നാപ്പാറ കേട്ടോ. ഇതാ സ്ഥലപ്പേര്. ഞാൻ ആദ്യമായിട്ടായി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, പക്ഷേ സ്ഥലപ്പേര് എനിക്കറിയത്തില്ല. ഈ വളവിനി റൈറ്റ് സൈഡിൽ കാണുന്ന വീടാ കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ. ഇതാട്ടോ ഈ വീടാ. ഇതാ കാണിക്കുന്നത്. വിളിച്ച് നോക്കാൻ തരും. താങ്ക് യു. അയ്യോ അടിപൊളി കേട്ടോ ഗൈസ്. അപ്പം എന്താ കിടക്കാച്ചി ഓർഡർ, നമ്മുടെ ലോങ് ഓർഡർ ആയിരുന്നു, മാസ് ഓർഡർ ആയിരുന്നു കേട്ടോ. ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഓർഡർ ഡെലിവറി ചെയ്ത്
എത്ര രൂപ നമ്മുടെ ഏണിങ്സ് നോക്കട്ടെ. 75 കേട്ടോ. സെറ്റ് പൊളിച്ച്. നമുക്ക് വീണ്ടും തിരിച്ച് കൊട്ടായക്കിലോട്ട് പോകണം. അപ്പോൾ ഇതാ 2 ഓർഡർ ഡെലിവറി ചെയ്ത് കേട്ടോ. നമ്മുടെ ടോട്ടൽ ഏണിങ്സ് ആണ് ഇപ്പം എന്താ 105 കേട്ടോ നമ്മുടെ ടോട്ടൽ ഏണിങ്സ്. അതുപോലെ നമ്മൾ ഓടിയ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 14.9, ഒരു 15 കിലോമീറ്റർ കൂട്ടാം. കിലോമീറ്റർ 2 രൂപ വെച്ച്, 2 രൂപ ഭയങ്കര കൂടുതലാണ്. 2 രൂപ ഇല്ല, കിലോമീറ്ററിന് 1 രൂപ വെച്ച് കൂട്ടാം നമുക്ക്. പോട്ടെ 2 രൂപ കൂട്ടിക്കോ. അപ്പം 2 രൂപ ആകുമ്പോൾ 30 രൂപയുടെ നമ്മൾ പെട്രോൾ ആയെന്ന് വിചാരിക്കാം. 30 രൂപ ആയെങ്കിൽ തന്നെ നമുക്ക് ടോട്ടൽ നമ്മൾ 105 ആയിട്ട് 75 രൂപയാണ് നമുക്ക് ലാഭം എന്ന് പറയുന്നത്. ഒരു പെട്രോൾ വണ്ടി ഞാൻ പറയുന്നത് CT 100 സ്പ്ലെൻഡർ പോലത്തെ വണ്ടിയിലാണ് കേട്ടോ. ഏറ്റവും നല്ല ബെസ്റ്റ് മൈലേജ് കിട്ടുന്ന വണ്ടിയിൽ ഇന്ത്യയിൽ അതാണ്. അല്ലെങ്കിൽ പോട്ടെ ഇലക്ട്രിക് സ്കൂട്ടർ ആയിക്കോട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു മിനിമം റണ്ണിങ് കോസ്റ്റ് കൂട്ടാം 2 രൂപ പെർ കിലോമീറ്റർ. നമുക്ക് 75 രൂപയാണ് എന്നാൽ ഇപ്പോഴത്തെ ലാഭം കേട്ടോ. പക്ഷേ നമുക്ക് ഇതിൽ 0 കോസ്റ്റും 0 ഇൻവെസ്റ്റ്മെൻറ്റുമാണ്. അപ്പോൾ നമുക്ക് ഫുൾ 105 രൂപ ഇപ്പോൾ ലാഭം കേട്ടോ. അപ്പോൾ നമുക്ക് ഉടനെ അടുത്ത ഓട്ടോലോട്ട് എങ്ങനെ തുടക്കം പൊളിച്ചില്ലേ, നമുക്ക് ഇനി അടുത്ത ഓട്ടോലോട്ട് വിടാം. ഓ ഗൈസ്, അടുത്തൊരു ഓർഡർ വന്നിട്ടുണ്ട്. 20 രൂപയുടെ ഓർഡറാണ്. നമ്മൾ നമ്മുടെ ഫേവറേറ്റ് ലൊക്കേഷൻ നിൽക്കട്ടെ, പലാറ്റിനോ നിൽക്കുക കൊട്ടാരക്കുള്ള ചിക്കൻ ഷെൻഷാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. എന്തായാലും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പോയി വേഗം പിക്ക് ചെയ്യാം. നമുക്ക് 20 രൂപയുടെ ഓർഡറൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പം പണ്ട് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 രൂപയുടെ ഓർഡർ വൻ ശോകമായിരുന്നു കേട്ടോ. അപ്പം എന്താ നമ്മുടെ 3ാമത്തെ ഓർഡർ സാധനം പിക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ അടുത്ത് തന്നെ കൊടുക്കാനുള്ളത്. എൻ്റെ അമ്മോ, കോൺഗ്രസ് ഭവനിലാണ് കേട്ടോ കൊടുക്കാനുള്ളത്. 20 രൂപയുടെ ഓർഡർ. ഗൈസ്, അപ്പം എന്താ നമ്മൾ 3 ഓർഡർ ടോട്ടൽ കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. അങ്ങനെ ആ ഓർഡർ ഡെലിവറി ചെയ്ത് 125 രൂപയാണ് നമ്മുടെ ഏണിങ്സ് കേട്ടോ. അപ്പം ഒട്ടനെ തന്നെ പിസ്സ ഹട്ടിൽ നിന്ന് വേറൊരു ഓർഡറും കൂടെ അടിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ കേട്ടോ. ഇപ്പോൾ 2 ഷോർട്ട് ഓർഡർ നമുക്ക് അടിച്ച്, അത് എല്ലാം മൊത്തത്തിൽ നമുക്ക് 1 കിലോമീറ്റർ ഇപ്പോൾ ഓടേണ്ടി വന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ പിസ്സ ഹട്ടിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ പിസ്സ ഹട്ട്, കൊട്ടാരക്കരയല്ലേ. എന്താ അടുത്ത ഓർഡർ നമുക്ക് പിസ്സ ഹട്ടിൽ നിന്ന് എന്തായാലും വേഗം പിക്ക് ചെയ്യാം. എൻ്റെ മോനെ, ഇതും നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആണല്ലോ. നേരത്തെ ഒരു 250 രൂപ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരുന്നു കേട്ടോ. ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. കിഴക്കേത്തരവ് ആണല്ലോ, നമുക്ക് എന്തായാലും വിടാം. 2 ക്യാഷ് ഓൺ ഡെലിവറി ഇട്ട്. ഇത് 300 സംതിങ് രൂപ നമ്മൾ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യണം. ബ്രോ, സ്വിഗ്ഗിയിൽ നിന്നാണ്. ഞാൻ എന്താണ്ട് ഈ ചർച്ചിന്റെ ഫ്രണ്ടിൽ എത്തി. സമയം 3:30 കേട്ടോ. നമ്മൾ മൊത്തം 4 ഓർഡറാണ് ഇതുവരെ എടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം കുറച്ച് നേരത്തേക്ക് ഒരു ശോകമായിരിക്കും, ചാൻസ് ഉണ്ട്. 150 രൂപ കേട്ടോ. 4 ഓർഡറായി. നമ്മുടെ ഫസ്റ്റ് ഇൻസെൻറ്റീവ് കിട്ടാൻ തന്നെ ഒറ്റ ഒരു ഓർഡറും കൂടെ മതി കേട്ടോ. ഇതൊരു 15 ഓർഡറൊക്കെ പിടിക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് നമ്മൾ 1000 രൂപ മേളിൽ പോകും. 15 ഓർഡർ അങ്ങനെ റയറായിട്ടേ കിട്ടാറുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം മാക്സിമം എന്തായാലും സമയം. ഇപ്പോൾ നമ്മൾ എന്തായാലും വീട്ടിൽ കയറുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചായക്കട ഉണ്ട്, കൊട്ടായക്കര നിൽക്കുകയാണ്. നമ്മൾ ഇവിടെ നമുക്ക് എന്തായാലും ഒരു നൈസ് ചായ കുടിക്കാം. കണ്ടോ, കറക്റ്റ് നമ്മൾ കൊട്ടായക്കര പൊലമൺ ജംഗ്ഷനിൽ കേട്ടോ. കൊട്ടായക്കര പൊലമൺ ജംഗ്ഷനിൽ നിൽക്കുക. നമ്മൾ വണ്ടി ഇപ്പോൾ എന്താ ടോട്ടൽ 32 കിലോമീറ്റർ ഓടി കേട്ടോ വീട്ടിൽ നിന്ന് എടുത്തിട്ട്. അതേപോലെ തൊട്ട് താഴെ കാണിക്കുന്ന സംഭവം കണ്ടോ, അത് 147 വാട്ട്സ് പെർ കിലോമീറ്റർ എന്നാണ്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും വലിയ ബൾബ്, ഈ തട്ടുകടയിലൊക്കെ ഇടുന്ന ടൈപ്പ് ബൾബ് കണ്ടില്ലേ, വലിയ വട്ടത്തിലെ LED ബൾബ്, അത് 100 വാട്ട്സിൻ്റെ ബൾബാണ്. അപ്പോൾ 100 വാട്ട്സിൻ്റെ ബൾബ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100, അതായത് ആ ഒരു ബൾബ് കത്താൻ വേണ്ടി 100 വാട്ട്സാണ് വേണ്ടത്. അതേപോലെ സെയിം സംഭവം തന്നെ നമ്മുടെ വണ്ടിക്ക് ഇതേ 147 വാട്ട്സാണ് ഇപ്പോൾ ഇത് കാണിച്ചേക്കുന്നത്. അതായത് 147 വാട്ട്സ് വേണം നമ്മുടെ വണ്ടിക്ക് 1 കിലോമീറ്റർ ഓടാൻ വേണ്ടി. അതാണ് അതിൻ്റെ അർത്ഥം. സംഭവം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും കുറച്ച് വാട്ട്സ് നമ്മൾ എത്ര കിട്ടുന്നോ, ഇത് നമ്മൾ ഡ്രൈവിംഗ് സ്റ്റൈലിൽ ഏറ്റവും കുറച്ച് വാട്ട്സ് എത്ര വരുന്നോ അപ്പോൾ അത്രയും നമുക്ക് കൂടുതൽ റേഞ്ച് വണ്ടി കിട്ടും. ഇപ്പോൾ റേഞ്ച് കാണിക്കുക 187 കിലോമീറ്റർ ആണ്. അല്ലാണ്ട് ബാറ്ററി ഉണ്ട്, 77% ബാറ്ററി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയി ഒരു ചായ കുടിച്ചിട്ട് തിരിച്ചു തരാം. ദേശി കപ്പ എന്നൊരു ഓർഡർ അടിച്ചിട്ടുണ്ട്. 20 രൂപയുടെ ഓർഡറാണല്ലോ. ഇതും കൂടെ ആകുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻസെൻറ്റീവ് സെറ്റ് ആവും കേട്ടോ. വേഗം തിരിക്കാം എന്തായാലും. ഐറ്റം പിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഇത് നമുക്ക് പോകാനുള്ളത് തിരിച്ചാണല്ലോ. കൊല്ലം പുല്ലൂർ റൂട്ടിലോട്ട് വിടണം. പുല്ലൂർ മഴ പൊടിക്കുന്ന കേട്ടോ, മഴ പൊടിക്കുന്നു. നമ്മളിതാ ഫുഡ് കൊടുക്കേണ്ട ലൊക്കേഷനിൽ എത്തി കേട്ടോ. ഈ ബിൽഡിംഗ് അടിപൊളി, എൻ്റെ മോനെ കിട്ടില്ല ഒരു ലാൻസർ ഇതണ്ട. കിടുക്കാച്ചി കേട്ടോ, സ്റ്റാൻസ് സാധനം. കണ്ട് അവിടെ ആണോ? അതാ ഒരു സെക്കൻഡ് ബ്രോ. ആണ്ട് ബ്രോ, റെഡ് കളർ. ഞാൻ എന്താ എൻ്റെ ഫ്രണ്ട് എത്തി. റെഡ് കളർ കാർ. താങ്ക് യു. ഇന്ന് മാക്സിമം ഓർഡർ എടുക്കണം കേട്ടോ. ഇന്ന് നമുക്ക് ഒരു ലാഗും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് വിടാം, ലൊക്കേഷനോട് വിടാം. ചെറിയ ഓർഡറാണ്. അതാ ഓർഡർ കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രൂട്ട് സലാഡ് നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. 3.7 കിലോ ഉണ്ട്. പേര് നോക്കുമായിരുന്നു കാരുണ്യോട്ട്. ചേച്ചി 172. നമ്മുടെ ഫുഡ് ഡെലിവറി ടിപ്പും കിട്ടി കേട്ടോ. 41 രൂപ ടോട്ടൽ ഏണിങ്സ്. മുഖത്തുണ്ടോ ഗൈസ്, നല്ല ഉറക്കക്ഷീണമുണ്ട് കേട്ടോ. ഉറക്കം വരുന്നുണ്ട് നല്ല. അയ്യോ ഉടുക്കത്തെ പോക്കുവയിലും. നമ്മളിതാ ഇവിടെ തപാൻ മന്തിയുടെ ഫ്രണ്ട് നിൽക്കുക കേട്ടോ. അടുത്തൊരു ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുവരെ നമുക്ക് കുറച്ച് നേരം ഉറങ്ങാം. ഗൈസ് ഒരു മാസം ഓർഡറിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ. ഇത് കണ്ടോ 142 ഒരു കിടുക്കാച്ചി ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ. 30 രൂപ ടിപ്പം കണ്ടു. യു ഡബിള്, എൻ്റെ മോനെ സീൻ ഡബിളാണോ? ഓ ഡബിൾ അല്ല കേട്ടോ, അതെന്തോ ഹാങ് അടിച്ചേ. ഞാൻ വിചാരിച്ചു ഡബിൾ ആയിരിക്കുമെന്ന്. ഞാനിതാ നമുക്ക് തട്ടുകടയിൽ നിന്ന് ഒരു ഓർഡർ അടിച്ചിട്ടുണ്ട്. 142 രൂപയുടെ കിഡിലൊരു ഓർഡർ കേട്ടോ. ഉറക്കമൊക്കെ കഴിഞ്ഞ് എണ്ണീറ്റ് നമുക്ക് ചെറിയ ഉറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇന്നലെ നമുക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. പനവേലി ചിരട്ടക്കോണം ലോങ് ആട്ടോ, പൊളിക്കാം. അപ്പം വിട്ടാലോ? അയ്യോ ഇവിടെ പറഞ്ഞാന്നേ കമാൻഡ് ഒന്നുമില്ല. ഇവിടെ പൊളിക്കാന്ന് പറഞ്ഞപ്പോൾ സേ കമാൻഡ് ഒന്ന്. ഫുഡ് ഓർഡർ ചെയ്തായിരുന്നോ? ഫുഡ് 145 രൂപ കേട്ടോ. പൊളിച്ചെന്തായാലും അതിൽ 30 രൂപ ടിപ്പും 39 രൂപ ലോങ് ഡിസ്റ്റൻസ് ബോണസ് ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഓർഡർ വന്നപ്പോഴും കാണിച്ചത്. അപ്പോൾ എന്തായാലും അത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിനിയും വേഗം ലൊക്കേഷനോട് ഇടും. ഇപ്പോൾ നമുക്ക് എത്ര രൂപയാണെന്ന് അറിയാം. ടോട്ടൽ നമുക്കിതാ 360 രൂപ കേട്ടോ. 7 ഓർഡറായി. 3 ഓർഡറും ഉണ്ടെങ്കിൽ ഏകദേശം നമ്മൾ 550 രൂപ മേളിൽ പോകും കേട്ടോ. അപ്പോൾ ഇന്ന് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 5 ഓർഡറും ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത് 235 ഇൻസെൻറ്റീവ് അടിക്കും. അത് കിട്ടുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ 1000 എബോവ് പോയിരിക്കും കേട്ടോ. അങ്ങനെ ഇന്ന് പൊളിക്കും. എഴുത്താണി ഇന്നൊരു ഓർഡർ അടിച്ചിട്ടുണ്ട് നമുക്ക്. എഴുത്താണി തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ. 31 യെസ് 5.7 കിലോമീറ്റർ ഇവിടുന്ന്. അങ്ങനെ ഫൈനലി ഇതാ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ലാസ്റ്റ് ഓർഡർ കേട്ടോ. സമയം എന്താ 11 മണിയായി. അപ്പം ഇതും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 235 ഇൻസെൻറ്റീവ് കിട്ടും കേട്ടോ. 15 ഓർഡർ ഇന്ന് കിട്ടി. അപ്പോൾ നമുക്ക് വേഗം എന്തായാലും ഓർഡർ പിക്ക് ചെയ്തിട്ട് വന്നിട്ട് ഇന്നത്തെ ദിവസം ഫുൾ ഡീറ്റെയിൽസും ഇന്നത്തെ ദിവസം നമ്മുടെ ഏണിങ്സും ഫുൾ എത്ര കിലോമീറ്റർ ഓടി എല്ലാം പറയാം കേട്ടോ. ഗൈസ് അങ്ങനെ എന്താ ഫൈനലി സമയം എന്താ 11:30 കഴിഞ്ഞിട്ടോ. നമ്മളങ്ങനെ വീട്ടിലെത്തിയേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ടോട്ടൽ എത്ര ഏൺ ചെയ്ത് കണ്ടത്. അപ്പോൾ എന്താ ഇന്നത്തെ ദിവസം നമ്മുടെ ഏണിങ്സ് എന്ന് പറയുന്നത് 863 235 1098, അതായത് 1100 രൂപയാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ഏണിങ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇന്ന് ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടിയെന്നുണ്ട് 177 കിലോമീറ്റർ ഓടി കേട്ടോ. അതേപോലെ തൊട്ട് താഴെ കാണിച്ചേക്കുന്നുണ്ട് 125 വാട്ട്സ് പെർ കിലോമീറ്റർ ആണ് നമ്മുടെ ആവറേജ് എനർജി കൺസപ്ഷൻ. വിശന്നിട്ടും വയ്യ കേട്ടോ. ഉറക്കക്ഷീണവും നാക്ക് തിരിയുന്നില്ല കേട്ടോ. ഫുഡ് കഴിച്ചതും ഇല്ല. നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല കേട്ടോ. ഫുഡ് എന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തെ ഒന്നും കഴിച്ചില്ല. ഈ രാത്രിത്തെ ഉച്ചക്കത്തെ ഒരുമിച്ച് വേണം കഴിക്കാൻ. അതായത് നമ്മുടെ റേഞ്ച് ഉണ്ടോ ഇനി 79 കിലോമീറ്റർ റേഞ്ചാണ് കാണിക്കുന്നത്. നമ്മൾ 90% ചാർജ് നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്കിനി 26% ചാർജും കൂടെ ഉണ്ട് കേട്ടോ വണ്ടിയിൽ എക്സ്ട്രാ. അടിപൊളി. അപ്പോൾ നമ്മൾ പെട്രോൾ വണ്ടിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ പോട്ടെ നിങ്ങളുടെ ബൈക്ക് വെച്ച് കൂട്ടുവാണെങ്കിൽ നമുക്ക് ഏകദേശം 350 രൂപ, ഒരു 300 രൂപ, 250 to 300 രൂപ പെട്രോളെങ്കിൽ മിനിമം കത്തും ഉറപ്പായിട്ടും. അപ്പോൾ ഇതാണ് നമ്മളെല്ലാവരും എപ്പോഴും നമ്മുടെ ചോദിക്കുന്ന ഈ വണ്ടിയിൽ എങ്ങനെ ഓടിക്കുന്ന ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്.
നമ്മൾക്ക് 100% ലാഭമാണ് കേട്ടോ. നമുക്ക് ഒന്നും പറയാനില്ല. അത് ബൈക്കിൻ്റെ ഒരു കോസ്റ്റ് ഞാൻ രാവിലെ പറഞ്ഞാൽ സിറ്റി 100 തന്നെ, സിറ്റി 100-നേക്കാൾ കോസ്റ്റ് കുറവാണ് കേട്ടോ നമ്മൾ ഈ വണ്ടി നമ്മൾ ഡെലിവറിക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനി തൊട്ട് എല്ലാ ദിവസവും നമ്മൾ ഈ വണ്ടിയിൽ തന്നെ ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. നമ്മൾ നല്ല ടയർഡാണ് കേട്ടോ, നല്ല ടയർഡാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.